ഹലോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. രസപ്പൊടിയൊന്നും ചേർക്കാതെ തന്നെ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് വീട്ടിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. രസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1 സ്പൂൺ അളവിൽ മുഴുവൻ മല്ലി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ അളവിൽ കുരുമുളക് കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ അളവിൽ നമ്മുടെ നല്ല ജീരകമാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉലുവയൊന്ന് ചേർത്ത് കൊടുക്കാം. അധികമായി പോകരുതേ, ഒരു നുള്ളൊക്കെ മതിയാവും. ഒരു 3 വെളുത്തുള്ളിയാണ് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 3 4 അല്ലി വെളുത്തുള്ളി എടുക്കാവുന്നതാണ്. ഒരല്പം കറിവേപ്പില കൂടി ഒന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകാണ് ആവശ്യമായിട്ടുള്ളത്. 2 പച്ചമുളക് കൂടി ചേർത്തിട്ട് ഒന്നിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ രസത്തിലേക്ക് നമുക്ക് ആവശ്യം 2 തക്കാളിയാണ്. 2 തക്കാളി ഞാൻ ഒന്ന് വേവിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ കൂട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയിലയാണ് ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. മല്ലിയില ഞാൻ കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് തിരുമിയതിന് ശേഷമാണ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊക്കെ ഒന്ന് കൈ വെച്ചോ തവി വെച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഇതായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ അളവിൽ ഉപ്പും 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് പുളിയാണ് ആവശ്യം. ഒരു കുഞ്ഞു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, അതൊന്ന് കുതിർത്തെടുത്ത് അരിച്ചതാണ് ഞാനിപ്പോൾ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കൈ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്തേ ഉള്ളൂ കേട്ടോ. ഒരു പാത്രത്തിൽ 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒന്ന് വെച്ച് ചൂടാക്കിയതിന് ശേഷം തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ അളവിൽ കടുക് കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂൺ അളവിൽ നമ്മൾ ചെറിയ ജീരകം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക് അതൊന്ന് പീസ് ചെയ്തതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉലുവ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരല്പം കായപ്പൊടിയാണ്. 1 നുള്ളോ 2 നുള്ളോ വരെ ചേർക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ മിക്സ് ഇനി നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ചുകൂടി വെള്ളം കൂടി ചേർത്ത് നമുക്കൊരു ചെറിയ തീയിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. സാവകാശത്തിൽ ഇളക്കി വേണം നമ്മൾ ഈ രസം തയ്യാറാക്കാൻ. അപ്പോഴാണ് രസത്തിന് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസം തന്നെയല്ലേ നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.